ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ആനി രാജ ചാവേറാണെന്നും RPI സ്ഥാനാർത്ഥി നുസ്രത്ത് ജഹാനും രാഹുൽ ഗാന്ധിയും തമ്മിലാണ് വയനാട്ടിൽ മത്സരം നടക്കുകയെന്നും RPI സംസ്ഥാന പ്രസിഡന്റ് PR സോംദേവ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കരുത്ത് തെളിയിക്കുന്ന പ്രചരണ പരിപാടികളാണ് വയനാട്ടിൽ നടക്കുകയെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കേരളത്തിലെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇരട്ടത്താപ്പ്. ആളുകളെ പറ്റിക്കുന്ന ഈ രാഷ്ട്രീയ നിലപാട് ഇനിയെങ്കിലും മാറ്റണം. വളരെ ജനുവനായിട്ടുള്ള വികസനോന്മുഖ വയനാട് എന്ന നിലപാടുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഏക കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് കേരളത്തിലെ സകല ജനതയും വയനാട്ടിലെ എല്ലാ സാധാരണക്കാരും നുസ്രത്ത് ജഹാനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കും എന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു വലിയ പോരാട്ടത്തിന് മുന്നോട്ടിറങ്ങിയിട്ടുള്ളത്. കോഴിക്കോട് സ്വദേശിയും ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ വനിതാ നേതാവ് നുസ്രത്ത് ജഹാനെ വയനാട്ടിലെ ജനങ്ങൾ പിന്തുണയ്ക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് PR സോംദേവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 24-ാം തീയതി വൈകിട്ട് തിരുവനന്തപുരത്തെത്തുന്ന നുസ്രത്ത് ജഹാനെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് PR സോംദേവ് സ്വീകരിക്കും. 25-ന് ചെമ്പഴന്തി, അരുവിപ്പുറം, ശിവഗിരി, പാളയം, ഹിമ, ബിഷപ്പ് ഹൌസ്, കവടിയാർ കൊട്ടാരം, ശാന്തിഗിരി എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥി സന്ദർശനം നടത്തും. 26-ാം തീയതി മാതാ അമൃതാനന്ദമയി ദേവിയെ കണ്ട് അനുഗ്രഹം തേടും. തുടർന്ന് കോഴിക്കോട്ടെത്തുന്ന സ്ഥാനാർത്ഥിയെ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജയ്സലിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും. 27-ാം തീയതി നുസ്രത്ത് ജഹാൻ വയനാട്ടിലേക്ക് പോകും. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി 300ഓളം ഫുൾ ടൈം പ്രവർത്തകരെയും 501 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തതായും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന സംഘടനാ സെക്രട്ടറി RC രാജീവ്, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ജയ്സൽ പാറക്കടവ്, സംസ്ഥാന സെക്രട്ടറി സുനിൽ മന്നത്ത്, ഷെരീഫ് ബാബു എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വേൾഡ് ഹാപ്പിനെസ് ദിനമായ മാർച്ച് 20-ന് വിവിധ